എനിക്ക് കുറച്ച് കാശ് വേണമായിരുന്നു. ഏത് വകയില്? എങ്ങനെ വേണമെങ്കിലും കരുതാം. കടമായിട്ടാണെങ്കിൽ അങ്ങനെ. എത്രയാണാവോ പ്രതീക്ഷിക്കുന്നത്? 50,000. അത് കുറഞ്ഞു പോയില്ലേ? 1,00,000 ആക്കായിരുന്നില്ലേ? അത്യാവശ്യമായിട്ടാ. എന്ത് അത്യാവശ്യമാണെങ്കിലും 1 രൂപ പോലും എന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. ഉണ്ടെങ്കിലും ഞാൻ തരില്ല. കിട്ടുമ്പോ ഞാൻ തിരിച്ചു തന്നോളാം. വേണ്ട, നീയുമായിട്ട് ഒരു ഇടപാടിനും ഇനി ഞാനില്ല. നല്ലതിനുമില്ല, ചീത്തയ്ക്കുമില്ല. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? എനിക്കൊരു ആവശ്യം വന്നാ ഞാൻ പിന്നെ ആരോടാ ചോദിക്കണ്ട? എടി, കയ്യിലെ കാശ് തീരുമ്പോ മാത്രം കൈനീട്ടാനുള്ളൊരു സ്ഥാനമല്ല ഭർത്താവിൻ്റെത്. ആദ്യം നീ ഒരു നല്ല ഭാര്യയുടെ ലക്ഷണങ്ങളും ഗുണങ്ങളും എന്തൊക്കെയാണെന്ന് പഠിക്ക്. എന്നിട്ട് സംസാരിക്കുക. അവളാ ഇപ്പൊ ചോദിച്ചെങ്കിൽ എടുത്തു കൊടുക്കുമായിരുന്നല്ലോ. ദേവികയല്ലേ? തീർച്ചയായിട്ടും കൊടുക്കുമായിരുന്നു. പക്ഷേ ദേവിക ചോദിക്കില്ല. അതാണ് നീയും അവളും തമ്മിലുള്ള വ്യത്യാസം. അവൾക്കേ അതിന്റെ ആവശ്യമില്ല. അവൾക്ക് ജോലിയുണ്ടല്ലോ. നീ വക്കീലല്ലേ? പ്രാക്ടീസ് ചെയ്തൂടെ? ഓഫീസ് തുറന്നിട്ടുണ്ടല്ലോ. കേസ് കിട്ടാത്തത് എന്റെ കുറ്റമല്ലല്ലോ. നിങ്ങൾക്ക് തരാൻ പറ്റോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. തരാൻ പറ്റില്ല. ഇത്രയ്ക്ക് ചീപ്പാവരുത്. നീയുമായിട്ട് ഇടപെടുമ്പോ ഇത്രയും മാന്യതയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഞാനില്ലാത്ത നേരത്ത് ആ മാർക്ക് തട്ടിപ്പുകാരനെ ഇതിനകത്തേക്ക് വിളിച്ചു കയറ്റോളല്ലേ നീ? അന്ന് എവിടെ പോരുന്നടി ഒരു ഭാര്യ എന്നുള്ള വിചാരം? ഭാര്യയ്ക്ക് വിശ്വസ്തത എന്നൊരർത്ഥം കൂടിയുണ്ട്. ആ അർത്ഥം നിന്നെക്കുറിച്ച് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് മിണ്ടാവ് നീ പോവാൻ നോക്ക്. ഒരു ചില്ലി കാശ് പോലും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. ദുഷ്ടൻ. വയറ് നിറച്ച് കിട്ടിയപ്പോ നിനക്ക് സമാധാനം ആയല്ലോ അല്ലേ? നിങ്ങൾക്ക് സന്തോഷായോ? പിന്നല്ലാതെ. അവൻ കാശ് തരാൻ തയ്യാറായിരുന്നെങ്കിലേ അത് മുടക്കാനായിട്ട് നിൽക്കുമായിരുന്നു ഞാൻ. ആ ഭാഗ്യത്തിന് അത് വേണ്ടി വന്നില്ല. അല്ലെങ്കിലും രണ്ടുപേരെ തമ്മി തല്ലിച്ച് അത് കണ്ട് രസിക്കുന്നതാണല്ലോ നിങ്ങളുടെ ജോലി. അതെ, അത് തന്നെ എന്റെ ജോലി. നിനക്കെന്തെങ്കിലും പരാതിയുണ്ടോ? ഉണ്ടെങ്കിലേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കടി. അവളോടൊന്നും സംസാരിക്കണ്ട ചേച്ചി. ഇടപെടാൻ കൊള്ളാവുന്ന കൂട്ടത്തിൽപ്പെടുന്നവളല്ല അവള്. ഓ, എല്ലാം തികഞ്ഞ ഒരേ ഒരാളെ ഉള്ളൂ ഈ ഭൂമിയിൽ, ദേവിക. അതെടി, അത് തന്നെയാ സത്യം. ദേവികയുടെ ബാല്യക്കാരി ആവാനുള്ള യോഗ്യത പോലും നിനക്കില്ല. നാളെ ഇത് തന്നെ പറയണം. ഇതിനകത്തെ ഹൃദയം എന്ന് പറയുന്നൊരു സാധനം ഇരിപ്പുണ്ടെങ്കിൽ എന്നും ഇത് തന്നെ പറയും. ദൈവമായിട്ട് ഒന്നിപ്പിച്ചതാടി ഞങ്ങളെ. നീയൊക്കെ എത്ര ശ്രമിച്ചാലും ഞങ്ങളെ പിരിക്കാൻ പറ്റില്ല. നിത്യയുടെ മരണാനന്തര കർമ്മങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ, പിന്നെ കോടതിയിലാ ഫൈറ്റ്. ഡിവോഴ്സ് അല്ലേ? ആ അതെ, നടന്നത് തന്നെ. എന്താ നടന്നാല്? നിനക്കെതിരെ കേസ് ഫയൽ ചെയ്യാനുള്ള ഗ്രൗണ്ടൊക്കെ എന്റെ കയ്യിലുണ്ട്, തെളിവും. എന്നാ ചെയ്ത് കാണിക്ക്. നിങ്ങൾ എനിക്കെതിരെ പറയുന്ന ആരോപണങ്ങൾക്കൊക്കെ ഞാൻ കോടതിയിൽ അക്കം വിട്ട് മറുപടി പറഞ്ഞോളാം. സാമാന്യ ബോധമുള്ള വക്കീലാണെങ്കിൽ ഇങ്ങനൊരു മണ്ടത്തരം പറയില്ല. നിയമം ആരുടെ കൂടെ നിൽക്കുമെന്നുള്ള മിനിമം നോളജ് പോലും നിങ്ങൾക്കില്ലാതെ പോയല്ലോ. ഇതിനൊന്നും മറുപടി പറയാൻ അറിയാനിട്ടല്ല, വേണ്ടെന്ന് വെക്കുക. എന്തിനാ ഇവിടെ കിടന്ന് വായിട്ടലച്ച് വെറുതെ എനർജി വേസ്റ്റ് ആക്കുന്നത്? നമ്മള് കോടതി കാണാൻ പോവല്ലേ, ഇതിനുള്ള മറുപടി ഞാൻ അവിടെ പറഞ്ഞോളാം. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടി. ചേച്ചി അവിടെ നിന്നെ. എന്താ? ഒരു 50,000 രൂപ ഉണ്ടാവോ കടമായിട്ടെടുക്കാൻ? എത്ര? 50,000. 50,000 ഉരുവയ്ക്ക് വന്നിരിക്കുന്നു.